പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു മോലക്കുടയും എടുത്ത് ചെറുനാട് നടന്നൊരു കാലേ ഓടി നടന്നൊരു പെണ്ണേ. രണ്ട് വരമ്പുണ്ട് പൊടി, ഇതില് രണ്ട് വരമ്പാണ്. മച്ചാ ഇതാ തവരാണ്ട നിക്കണല്ലേ. ഓണറേ അപ്പുറത്ത് പോകില്ല. ഓണർ നീ പറയോ? ഞമ്മത് കക്കല്ലല്ലോ, മോഷ്ടിക്കല്ലേ? അത്രേ ഉള്ളൂ. അയ്യോ ഞമ്മളും പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു തവര. കൂടുതലായ കാരണം നല്ല മാറ്റി വലിക്ക് വലിക്ക് എല്ലാം വലിച്ചോ. കണ്ടാ ചുമന്ന തവര പാടത്തിൽ നിന്ന് തന്നെ വലിച്ചെടുക്കാം അല്ലേ? 10 പേർക്ക് കഴിക്കാനുണ്ടാവോ? ഓ മണി ഉണ്ടാവുമെന്നറിയില്ല. ഇല്ല, കയ്യിൽ ഒതുങ്ങണ്ടേ? എന്താ മാണം തവരന്റെ പച്ച ടേസ്റ്റ് മാത്രല്ല, പച്ചില് നല്ല മണി കാണുന്നു. മറ്റേതൊക്കെ ചപ്പ വലിപ്പം മാത്രമേ ഉള്ളൂ അല്ലേ? എന്ത് മണിയാ? തവര വലിപ്പമുള്ളൂ, അതിനുള്ളിൽ മണിയേ ഇല്ല. ഇത് മൂത്തിട്ടുണ്ട്. തെരഞ്ഞു പിടിച്ച് വലിക്കണ്ട. അത്ര മൂത്തിട്ടൊന്നും ഇല്ല. കഴിഞ്ഞ അടുത്ത വരമ്പേക്ക് പോവാ. അടുത്ത വരമ്പിൽ പോവാ. ഒരു 2 ലോഡ് ഇറക്കണം. അതെ, ഇത് വലിച്ചിട്ട് തിന്നും തോന്നുന്നടാ. ഇല്ല, ഇതിലിപ്പോ യൂട്യൂബറിന് പോലീസ് സ്റ്റേഷൻ കയറ്റുമോ ഭാവികള്? പണ്ട് അല്ല ഞമ്മളെ ഇത് കൊമ്പിന്റെ ആണോ ആവോ? തവര കൊമ്പന് അല്ലാതെ ഇവിടെ പുളിങ്കൊമ്പൊന്നും വന്നിട്ട് സുമാരല്ലോ. എന്ത് ഇവിടുത്തെ കണ്ടോ? ഇതൊക്കെ ഞമ്മടെ അവിടെ തന്നെയല്ലേ? 10 തെങ്ങ് വെട്ടിയാണ്. രാവിലെയാ 10 തവര പുളിയും ആളംപുളിയും പച്ചമളംപുളി ഇട്ടിട്ടൊരു കറി അല്ലേ? പച്ചരിച്ചോറും പച്ചമീൻ ചാറും മതി. നമുക്ക് ഇനി അടുത്ത പാടം. തെങ്ങ് നീ കേറ്. നീ പൊത്തി പിടിച്ച് കേറിക്കോ. 3 മതി, അധികം വേണ്ട. ഞമ്മടെ പാടമാണല്ലോ, എന്തായാലും ഇങ്ങനെ നിറഞ്ഞു നിക്കണ്ടല്ലോ. ഇറങ്ങാനും അറിയില്ലേ? ഇട്ടൊന്നും മതി, പിന്നെ ഇറങ്ങിയും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പച്ചരി ചോറും പച്ചത്തവര പുളിയും വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക. എന്താണ് പച്ചരി എങ്ങനെയാണ് വെക്കണമെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാം. പറയല്ല, കാണിച്ചു തരാം. അന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞോളെ, അതിനുള്ള ഉത്തരവൊക്കെ തരാം. മുച്ചാ അതാണോ നമുക്ക് ചോറ് വയ്ക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. പച്ചരി ചോറ് അത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേ ഷിജു, നമ്മള് തവരേ തൊലിച്ചിട്ടോ. ഞമ്മ എന്തായാലും പാടത്തുനിന്ന് എത്ര തവര തൊലിച്ച് ഇത്ര ആയില്ലേ? തൊലിച്ചിട്ടോ. ഈ പാടത്തൊക്കെ നമ്മുടെ വരമ്പത്തൊക്കെ നമ്മുടെ മുത്തപ്പനേര് പണ്ട് തുവര വെച്ചായിരുന്നു. ഇപ്പൊ പിന്നെ തുവരയും ഇല്ല, മറ്റേ ഇതുമില്ല, ഉഴുന്നുമില്ല, ഒന്നുമില്ല. ടയറൊക്കെ കുത്തിയിട്ടത് ഓർമ്മയുണ്ടെന്ന് എനിക്ക്. നമ്മുടെ മുത്തപ്പന്മാര് അപ്പന്മാരൊക്കെ ഇപ്പൊ ഒന്നുമില്ലല്ലോ. വേഗം തൊലിച്ച് കുട്ടിക്കോ, നമുക്ക് വേഗം വെക്കോ. അപ്പോ നമ്മുടെ വെള്ളം നല്ല ചൂടായിട്ട് അങ്ങനെ ചോറിൽ അരി കൊടുക്കാം. പൊടി തോന്നിക്കൊണ്ടിരിക്കും. ഇന്ന് കഴിയുണ്ടോ അല്ലേ? അപ്പൊ നമുക്കിനി അടച്ചു വയ്ക്കാം. ഇനി ചോറായിട്ട് തുവരക്ക പുളി. ഇന്ന് തുവരക്ക പുളിയിലാണ് കളി. തുവരേ നന്നായി തോലിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കാം നന്നായിട്ട്. ഇതാ ആപ്പിനെ പാനി നിങ്ങളുടെ തൊലികളെ കണ്ടപ്പോ എന്റെ ചോറ് അവിടെ ആകാനായി. ചോറായാ? ചോറാവാനായി. കുറച്ച് കഴിയാൻ മതി. തോരല്ലേ വിറ്റാമിൻ ആണ്. വിറ്റാമിൻ എ അങ്ങനെ പാടത്തിരിക്കുമ്പോ എ ആണ്. ഉള്ളിലാണെങ്കിലാണ് വിറ്റാമിൻ സി ഒക്കെ വരുള്ളൂ അല്ലേ? അതെ, വാരിയിട്ട് മതി. അരിയിടല്ലേ? കണ്ട ബില ചള്ളുകൾ കണ്ട നിറയെ. അത് എങ്ങനെയാ ചണ്ടിയാ ചള്ളോ എന്തോ പറഞ്ഞോ? അത് നമുക്ക് വേണ്ട. ഈ സാധനം നമുക്ക് വേണ്ട. മീനിന് കൊടുക്കാം. നമ്മൾ ഒരു ജീവിനും നമ്മൾ വെറുതെ വിട്ടില്ല. തോട്ടിടുമ്പോ തോട്ടിലെ മീൻ കൂടി നമ്മൾ വെക്കും. അതിനും കറി വെക്കും. കുറച്ച് വെക്കും. കുറച്ച് പൈസ ഉദ്ദേശിക്കും. അതെ. അപ്പോഴേ നമുക്കിതേ വാരി ഇതിലിടാം.
എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. തുറന്നു നോക്കാം അല്ലേ? ആ ഇത്തിരി വെള്ളം ഒഴിച്ചോട്. ആ നമുക്കേ ഉണങ്ങച്ചോറ് പോലെ ഈ പിട്ട് പോലെ ആക്കണ്ട. ഇത്തിരി പിരിപിരിന്നുള്ള പച്ചരി ചോറാണെങ്കിലും പിരിപിരി പോലെ ആക്കാം. ആ അതെ അത്രേ ഉള്ളൂ. മതി മതി, ഇറക്കി ഊറ്റിക്കോ. മതി, ഇതാണ് കറക്റ്റ് കേട്ടാ. ഉമ്മച്ച നന്നായി ഊറ്റിക്കോ, വെള്ളം പോട്ടെ. അപ്പൊ പൊടി ഓ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തില്ലേ? പിന്നെ ഞാൻ വെള്ളം വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചോ, ഞാൻ തവരയിടാം. തവരപ്പുളിക്കുള്ള വെള്ളം. ആ എത്ര വേണം നോക്കോളെ. ആ മതിയോ? സുര ആ സുര. അത് ചൂടായിട്ടിടണ അതോ ഇപ്പൊ തന്നെ ഇടാം അല്ലേ? പുഴുങ്ങണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ വെള്ളം ഒഴിച്ചില്ലേ? മതി, വെള്ളം ഒഴിച്ചത് അപ്പൊ തന്നെ ഇടണം എന്നാണ് എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചെന്ന് മാത്രം. നമ്മളെ ശിഷ്യന്മാരെയും ബഹുമാനിക്കണ്ടേ? തീക്കത്തിക്കില്ല. വേട്ടെ ഇതിൽ തന്നെ വേട്ടെ. ഉമ്മച്ചാ നമ്മളേ മറ്റേ തുവരയൊക്കെ ഇട്ട് കൊടുത്തിട്ടേ വെന്താ നോക്കിയില്ലല്ലോ, എന്നാ നോക്കുക. നല്ല തീയും കത്തുണ്ട്. തിളച്ചടാ. റെഡി ആയില്ലേ? റെഡി. പൊടികളൊക്കെ ചേർത്തല്ലേ അപ്പൊ നമുക്ക്? പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ നിൽക്ക്. വെന്താന്ന് ആദ്യം നോക്കാലോ. നസുക്കി നോക്കണം എന്നാണ് അതിന്റെ. നസുക്കി നോക്കണം അല്ലേ? ഓടഞ്ഞു. സൂപ്പറായി. നമുക്കേ പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല കാറ്റായതുകൊണ്ട് താത്തി ഇടണം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പിന്നെ കണ്ണിൽ പെടും. കഴിഞ്ഞ പ്രാവശ്യം കുരുമുളക് പൊടി ഇട്ട ഓർമ്മയുണ്ടല്ലോ? അങ്ങനെ പാറി പൂവണേ. മുളക് പൊടി. എന്റെ അമ്മ എന്ത് കാറ്റ്. വൈകുന്നേരങ്ങളിൽ നല്ല മല്ലിപ്പൊടി, കുരുമുളക് പൊടി. നാളെ പൊടിയാണ്, അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും പറയാം. വെള്ളം പോലെ ഉണ്ടാവും കറി. വെള്ളം പോലെ നമുക്ക് തെടുപ്പാക്കാം. നമുക്ക് വേണമെങ്കിൽ ആക്കാം. പക്ഷെ തുവര പുളിന്ന് വരുമ്പോ ഇത്തിരി വെള്ളം പോലുള്ള ഇതായിരിക്കും. അതെ. അപ്പഴേ പൊടികൾ ഇട്ട് കൊടുത്തു. നമുക്ക് ഇനി ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് മൂടി വെക്കാം. ആ മൂടിതാ അറ്റം മതി. തിളക്കട്ടെ. അപ്പഴേ ഉമ്മച്ചാ തുറക്ക്. ആ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇടേണ്ടത് തക്കാളി. തക്കാളി മറ്റേ വതക്കുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഇപ്പൊ ഒത്തിരി ഒന്ന് തക്കാളി ഒന്ന് ഇട്ടേ മതി. അതുപോലെ വെളുത്തുള്ളി കുറച്ച് വതക്കുമ്പോൾ ഇടണം. 2 പച്ചമുളകും മതി. ബാക്കിയൊക്കെ വതക്കുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി. തക്കാളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്താണ്. നോക്കട്ടെ എന്തായി നോക്കാം. എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് മറ്റേ വാളംപുളിയും തേങ്ങ അരച്ചതും. ഈ ചുവപ്പ് കളറൊന്നും നോക്കണ്ടട്ടാ, ഇതിട്ട് കഴിഞ്ഞാൽ വ്യത്യാസം വരും. ഇത് പച്ചപ്പുളിനെ നമ്മൾ തിളപ്പിച്ചിട്ട് അങ്ങനെ ഇതാക്കി എടുത്തിരിക്കണം. അത് പറഞ്ഞാൽ ചാറ് പോലെ ആക്കിയിരിക്കണം. തുവരയ്ക്ക് പച്ചപ്പുളിയാണ് വേണ്ടത്, അതാ ഇടാൻ പറ്റുള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതില്ലെങ്കിൽ പിന്നെ വേറെ നമ്മുടെ പഴംപുളിയൊക്കെ ഇടാം. മാച്ച് പറയുന്നത് പച്ചപ്പുളി തന്നെ മതി. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്തറിയോ, പുളി പറഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. തേങ്ങ മൊത്തത്തില് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഒരു തേങ്ങ പറഞ്ഞ 2 മൂടിയല്ലേ? 2 മൂടി. ചിലവര് ഒരു തേങ്ങയും പറയണ്ട പറയാ. അത് വേറെ അത്രയും മതി. പടയായില്ലേ? ഇപ്പൊ കളർ മാറിയില്ലേ? വെള്ളം ചേർത്തിട്ട് കുറച്ച് മതിട്ടാണോ? കുറച്ച് കൂടുതലാവണ്ട. ഇത്ര വേണം. എന്തറിയോ, അതൊന്ന് ഇതാണ്ടേ. നമുക്ക് ഒരുപാട് കട്ടി പാടില്ല. അങ്ങനെയല്ല, പുളി പറയുമ്പോ എന്താണ് അറിയാലോ, പുളി ചിലപ്പോ കുറച്ചുകൂടെ ഒഴിക്കേണ്ടി. കളർ മാറിയില്ലേ? നോക്ക്, ഇപ്പൊ സെറ്റപ്പ് ആയില്ലേ? ഇനി ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ കറക്റ്റാവും. ഒന്നുകൂടി ഉപ്പിട്ട് കൊടുക്കാം നോക്കിട്ട്. കൊറേ നേരമായില്ലേ? ആയി. പുളി ഒരു പ്രത്യേക ഒരു മണം വരുന്നില്ലേ ചില വീജികളിലൂടെ? ഒരു മതി. നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ബാക്കി കടുക് തളിക്കാനും വതക്കാനുള്ള പരിപാടി നോക്കാം. മതി. ഈ അടുപ്പിൽ വെക്കാം അല്ലെ? ഇവിടെ ഇരിക്കട്ടെ. കടുക് തളിക്കാനാണ് ചട്ടി വെച്ച് കൊടുത്തത്. ഇത് എണ്ണ നല്ലെണ്ണ പത്താത് വെളിച്ചെണ്ണ. അപ്പോഴാണ് ഊത്തല. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വില കടുക് വെന്തയും. ആദ്യം വെന്തയും ഇട്ട് കൊടുക്കാം. മതി.
പിന്നീട് കടുക്. എന്താ പറയുക, കടുക് കുറെ ആയിട്ട് പെട്ടെന്ന് പൊട്ടുന്നില്ല. അതെ, ആ എണ്ണ ചൂടാകൊണ്ടിരിക്കും. അപ്പൊ അതെ, പറയില്ല. അത് നല്ല തീ അമർന്ന് കത്തല്ലേ, അധികം കത്താനും പാടില്ല. ചെറിയുള്ളി, വെളുത്തുള്ളി, മുളക്, തക്കാളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കരിയോ? ഇല്ല ഇല്ല ഇല്ല, തീ നന്നായി കത്തണ്ടേ. കറിവേപ്പില എല്ലാം വരക്കിയിട്ടുണ്ട്, മതി. നമുക്ക് അതിൽ കൊണ്ട് കൊട്ടു തന്നെ. എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിരിക്കല്ലേ, ഇതിൽ കൊണ്ട് കൊട്ടുക. ഇതിലാ തുറക്ക്. കണ്ടാ, ഉറുകിയടാ, കളർഫുൾ, ബ്യൂട്ടിഫുൾ. നമ്മളെ ഈ കടുക് താളിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്താണ്. എങ്കിലും ഒന്നുകൂടി അതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമല്ലോ, അതാണ് നമ്മളുടെ വ്യത്യാസം. എല്ലാം ഒന്ന് നോക്കട്ടെ. കുഴമ്പ് രീതിയിലായിട്ടാ മച്ചാ. നമുക്കേ വേണമെങ്കിൽ മല്ലിത്തഴ വേണമെന്നുള്ളവർക്ക് ഇടാം. നമ്മളെ വെറുതെ ഒരു മണത്തിന് വേണ്ടി ഇടുന്നത്, അത്രേ ഉള്ളൂ. നിർബന്ധമില്ല, ആർക്കും നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇടാം, മതി 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 മച്ചാ. എവിടെ പോണ് ഇടുന്നത്, കാറ്റ് അത്രയും കാറ്റാണേ. അപ്പൊ ഇറക്കി വെക്കണം. ഇനി തേമ്പല് മാത്രം. ഇതാ നമ്മുടെ പച്ചരി ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ തോരപ്പുളി. തോരപ്പുളി പറഞ്ഞാ നമ്മുടെ വാളംപുളി ഇട്ടിട്ടുള്ള തോരപ്പുളി. ഇതിന്റെ കൂടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട്. നമ്മുടെ തേങ്ങ ചമ്മന്തി. നമ്മുടെ തേങ്ങ ചമ്മന്തി. പക്ഷെ അത് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ അരച്ചെടുത്തതാണ്. അത് അമ്മിക്കല്ലിൽ അരച്ചത് കാണിക്കായിരുന്നു അല്ലെ, അത് പോയി. കുഴപ്പമില്ല, ഒഴിക്കട്ടെ. ചോറ് പരത്താൻ. എപ്പോഴും ഞാൻ കുമ്പിള് കുത്തുന്നു പറഞ്ഞിട്ട് മാറ്റി പിടിച്ചതാണ്. കഴിച്ചു നോക്കാം. പച്ചരി ചോറും പച്ചമീൻ ചാറും പറഞ്ഞ പോലെ പച്ച തോവരയും. പച്ചരി ചോറും പച്ചരി ചോറും പിന്നെന്താണ് പച്ചപ്പുളിയും. പച്ചക്കച്ച ചമ്മന്തി. വെറും പച്ച. ഞമ്മ ഡ്രസ്സും പച്ചയാണെങ്കിൽ അടിപൊളി എന്നാ പൊളിച്ചു അല്ലേ. പറഞ്ഞ പച്ചപ്പുള്ളി പ്രത്യേകത കുറുക്കി എടുത്തപ്പോ സൂപ്പർ ആക്കിണ്ട്. അന്ന് കൊള്ളുപുളിയാണോ? അല്ല, എന്നിട്ട് ഇതില്ലേ മുട്ടപ്പുളിയില്ലല്ലേ ഞമ്മ തോവര ഇട്ടത്, പച്ചപ്പുളി ഇട്ടതും. തോവരയല്ല, മറ്റേ പച്ചപ്പുളി ഇട്ടതും. ചില ടൈമില് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുണ്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അല്ലേ, സംഗതി പൊളി. ഞാൻ ഇത് നോക്കി, പക്ഷെ നമ്മുടെ ചമ്മന്തി നോക്കിയില്ല. ഞാനൊക്കെ അപ്പഴേ നോക്കി. സൂപ്പർ അല്ലേ. അതാണ് അതിന്റെ മൂന്നും കൂടെ ഒരു പൊടുത്തം. അതാണ് അതിന്റെ ടേസ്റ്റ്. ഇത് അരച്ചെടുക്കുമ്പോഴല്ലേ, നമ്മ അരച്ചത് നേരത്തെ ഒക്കെ 2-3 പ്രാവശ്യം അരച്ചത് കാണിച്ചുകൊണ്ടാണ് അരച്ചത് കാണിക്കാതെ. അരച്ചെടുത്ത വേറെ ടേസ്റ്റാണ്. നമ്മുടെ ഇന്നത്തെ എങ്ങനെ പാടത്ത് പോയി പച്ച തോരനൊക്കെ വലിച്ച് നട്ടുച്ചക്ക് പച്ചത്തോരൊക്കെ വലിച്ചിട്ട് വന്ന് അല്ലേ, പിന്നെ കറി വെച്ചപ്പോ അങ്ങനെ സൂപ്പർ അല്ലേ. പുളിയൊക്കെ പറിച്ച് ഇതുപോലെ വെച്ചോളി. നമ്മുടെ പഴയ രീതിയിൽ വെച്ച പെടാ പറഞ്ഞ പെട തന്നെ. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.